ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പോലീസിന്റെ ആദ്യ ഇൻക്വസ്റ്റ് നടപടികളിൽ 51 മുറിവുകളായിരുന്നു കുഞ്ഞിന്റെ ശരീരത്തിൽ കണ്ടെത്തിയിരുന്നത്. എന്നാൽ വിശദമായ ഡോക്ടർമാരുടെ പരിശോധനയിൽ 91 മുറിവുകൾ ആ 1.5 വയസ്സുകാരുടെ ശരീരത്തിലുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല 91 മുറിവുകൾ 91 മുറിവുകൾ വാരിയലിന് 7 ഇഞ്ചുറീസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കുഞ്ഞ് എത്ര മാത്രം അനുഭവിച്ചു. നമ്മൾ 53ന്റെ കണക്കാണ് പറഞ്ഞത്. ഇത് സോഷ്യൽ മീഡിയയിൽ ഇതിന് ശേഷം ഒരു മനുഷ്യനെ ചർച്ച ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. ഒരു വീഡിയോയിലും ആൾക്കാർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആരും ഇതിനെക്കുറിച്ചൊന്നും ചെയ്തിട്ട് പോലുമില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. എല്ലാവർക്കും എടുക്കാനൊരു മടിയാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും കോരെ പ്രസംഗിക്കാൻ അറിയാം, പക്ഷെ ആരും ഒന്നും എടുത്ത് കാണുന്നില്ല. അല്ല സുന ചേച്ചിയുടെ ഒക്കെ ആയിരുന്നെങ്കിൽ ചാടി കയറി എടുത്താൻ എല്ലാം. 7 പൊട്ടലുകളും ഈ മുറിവുകളുടെയും പൊട്ടലുകളുടെയും ഒക്കെ എണ്ണം മനസ്സിലാക്കി തരുന്നുണ്ട്. ആ പിഞ്ചു കുഞ്ഞ് എത്രത്തോളം വേദന സഹിച്ചാണ് മരണത്തിലേക്ക് നടന്നു നീങ്ങിയതെന്ന്. കുഞ്ഞിന്റെ 2 കൈയിലും പൊട്ടലുണ്ടായതിലും പോലീസിന് ഒരു അവ്യക്തത ബാക്കി നിൽക്കുകയാണ്. പ്രതികൾ നൽകിയ മൊഴി പ്രകാരം കൈപ്പിടി ഈ എന്താ പറയാ, ഈ രണ്ടാനച്ഛനെ ഈ അമ്മയും തൂക്കിക്കൊള്ളണമെന്ന് ആഗ്രഹമുള്ളവരുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടല്ലേ. തൂക്കിക്കൊള്ളണമെന്ന് ആഗ്രഹമുള്ളവർ. ഓക്കെ, അപ്പോൾ നമുക്ക് കേസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യാം. സംഭവം എന്ന് വെച്ചാൽ ഇനി ST/SC വിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട് ആ രീതിയിൽ ഇവന്റെ പേര് കേസ് എടുക്കാൻ പറ്റും. ആ രീതിയിലും കൂടെ വകുപ്പ് ചേർത്തിട്ടാകുമ്പോൾ ഇവന് നല്ല ശിക്ഷയും കൂടുകയൊക്കെ ചെയ്യും. പിന്നെ ഇവക്ക് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവക്ക് രക്ഷപ്പെടാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നല്ലൊരു വക്കീലാണെങ്കിൽ ഈ പെണ്ണ് രക്ഷപ്പെടും. എൻ്റെ അഭിപ്രായത്തിൽ അവൾ രക്ഷപ്പെടണമെന്നാണ്. അവൾ രക്ഷപ്പെടാനിട്ട് ജയിലിൽ നിന്ന് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. സത്യം പറയല്ലോ, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ? ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായി കാണുമല്ലോ. ഒരെണ്ണമെങ്കിലും കൊടുക്കാനുള്ള കഴിവുള്ളവരാരെങ്കിലും ഉണ്ടോ ഇവിടെ നേരിട്ട് കണ്ട? ആ പല്ല് നോക്കി ഒരെണ്ണം, അല്ലെങ്കിൽ ഒരു ചുറ്റിക എടുത്തിട്ട് ഒരെണ്ണം കൊടുത്താലോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് നല്ല തിരിപ്പുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. ഓക്കെ, ഇനി നമുക്ക് സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കുഞ്ഞിൻ്റെ ആദ്യത്തെ പേരെന്താണെന്ന് വെച്ചാൽ ഈ മോൻ്റെ പേര് ഈ അഖിൽ എന്നായിരുന്നു. അത് മാറ്റി പിന്നെ അർഷിതാക്കി കുഞ്ഞിൻ്റെ. കാരണം ഇവൻ്റെ തീരുമാനമായിരുന്നേ കുഞ്ഞിൻ്റെ പേരും കാര്യങ്ങളൊക്കെ മാറ്റണമെന്നൊക്കെ ഉള്ള രീതിയിൽ. പിന്നെ അത് മാത്രമല്ല, ഇവൻ്റെ ആദ്യ ഭാര്യ ആമിനയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ആമിനെ അടിച്ച ആ ഒരു പരുവാക്കിയതിന് ശേഷം ഇവൻ എന്തെടുത്ത് ഇവൻ ഡ്രൈവറാണല്ലോ, വേറൊരു ട്രൂപ്പ്, ഡാൻസിൻ്റെ ഒക്കെ ട്രൂപ്പിൽ പെടുന്ന ഒരു ഇതിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചൊരു പെണ്ണിനെ പരിചയപ്പെട്ട് ആ പെണ്ണുമായിട്ട് അവൻ റിലേഷൻ ആയിരുന്നു. അവൾ പിന്നെ ജീവൻ പിടിയുമായിരുന്നു, അവളും അവസാനിപ്പിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവൻ ആരാ ഗില്ലാടി മോനെന്ന്. ആ പെണ്ണിൻ്റെ ജീവിതം പോയി. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവൻ്റെ. ഓക്കെ, കുഞ്ഞ് താഴെ വീണപ്പോൾ കൈകൾക്ക് പൊട്ടൽ സംഭവിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ കുഞ്ഞിനെ മനഃപൂർവ്വം അപകടപ്പെടുത്താൻ ശ്രമിച്ചതാണോ അതോ ഇവർ ഉപദ്രവിച്ച് മനഃപൂർവ്വം കൈതല്ലി ഒടിച്ചതാണോ എന്ന സംശയം പോലീസിന് ബാക്കി നിൽക്കുകയാണ്. പ്രതി അഷ്കറിനെതിരെ കൊലപാതക കുറ്റം, കുഞ്ഞുങ്ങളെ ശാരീരികമായി ഉപദ്രവിക്കൽ, അതുകൂടാതെ തന്നെ SC/ST വകുപ്പ് പ്രകാരമുള്ള കേസുകൾ കൂടി ചുമത്താൻ തീരുമാനമായിട്ടുണ്ട്. അഖിലക്കെതിരെ പ്രേരണ കുറ്റമാണ് നിലവിലുള്ളത്. കാരണം കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് അഖിലക്ക് അറിയാമായിരുന്നു. അവളെ അടുത്തിട്ട് ചാമ്പണം അപ്പന്ന മോളെ. പിന്നെ അത് മാത്രമല്ല, ഇവൻ പോലീസുകാരുടെ വണ്ടിയൊക്കെ ഓടിച്ചിട്ടുള്ളവനാണ്. അപ്പോൾ ഈ ആദ്യ കൊലപാതകം നടന്ന സമയം, കൊലപാതകം എന്നല്ല പറയേണ്ടത്, നമ്മൾ തെളിഞ്ഞിട്ടൊന്നുമില്ല. ഒരു പെണ്ണ് ജീവൻ വെടിഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആ പെണ്ണ് മരിച്ച സമയത്തും പിന്നെ അത് മാത്രമല്ല ഇവൻ്റെ വൈഫിനെ എടുത്തിട്ട് ചാമ്പിയ സമയത്തും അവർ കേസ് കൊടുത്തിട്ട് ഇതൊക്കെ എങ്ങനെ ഒതുങ്ങിപ്പോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം പോലീസുകാരുടെ വണ്ടിയൊക്കെ ഓടിച്ചൊരു വ്യക്തിയാകുമ്പോൾ ഇനി ആ സമയത്ത് ആരെങ്കിലും ഇവനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അത് അന്വേഷിക്കേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോഴത്തെ ഭരണവും ഇപ്പോഴത്തെ പോലീസുകാരും അത് അന്വേഷിക്കണം. അത് അന്വേഷിച്ച് അതിൻ്റെ സത്യാവസ്ഥ കൊണ്ടുവരണം. പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടുള്ള കുഞ്ഞിന്റെ ദയനീയമായ മുഖം അത് നമ്മളെ ഓരോരുത്തരെയും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്, നൊമ്പരപ്പെടുത്തുന്നുണ്ട്. 1.5 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ പ്രതി അഷ്കർ ഏതായാലും ഒരു ക്രിമിനൽ ആണെന്ന് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇയാളുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കാൻ തുടങ്ങിയിരിക്കുന്ന പോലീസ്. 3 മരണങ്ങളുടെ ദുരൂഹത നീക്കാനാണ് പോലീസിന്റെ ശ്രമം. കുഞ്ഞിന്റെ അച്ഛനായ അഖിലിന്റെ ആത്മഹത്യ, കുഞ്ഞിന്റെ അമ്മയോടൊപ്പം ജോലി ചെയ്തിരുന്ന ചിറയിൻകീഴ് സ്വദേശിനിയുടെ ആത്മഹത്യ. അഖിലിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുമായിട്ട് റിലേഷൻ ആയ സമയത്ത്, അതായത് അഖിലുള്ള സമയത്താണെങ്കിൽ ഇവനായിട്ട് ബന്ധമുണ്ടെന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പ്രഗ്നൻ്റ് ആയി 3 മാസം ആയപ്പോഴത്തേക്ക് അവിടെ വീട്ടിൽ പോയി. എല്ലാം കിട്ടുമ്പോഴൊക്കെയായിട്ട് അവളെ വീട്ടിൽ പോയെന്നാണ് പറയുന്നത്. പിന്നീടാണ് അവൻ്റെ ജീവൻ വെടിഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തൊക്കെയോ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, അമ്മയുടെ കൂടെയുള്ള വർക്ക് ചെയ്ത ഒരാളും ജീവൻ വെടിഞ്ഞെന്ന് പറയുന്നുണ്ട്. അതിനും ഇവനായിരിക്കും പങ്ക്. അതാ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, ഒരു പെണ്ണ് ആദ്യം റിലേഷൻ ആയതിന് എനിക്ക് തോന്നുന്നു ആ പെണ്ണുമായിട്ടാണ്. ആദ്യ ഭാര്യ ആമിനയുടെ സഹോദരന്റെ മുങ്ങിമരണം എന്നിവയാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതും അന്വേഷിക്കണം. ആമിനയുടെ സഹോദരന്റെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവന്റെ പ്രസൻസ് എവിടെ വരുന്നുണ്ടോ അവിടെ എല്ലാം ഇതാണല്ലോ, കഷ്ടാലമാണല്ലോ. അതാ ഞാൻ ആലോചിച്ച് പോകുന്നത്. ആമിനയുടെ ആ ഒരു സംസാര രീതി കാണുമ്പോൾ തന്നെ നെഞ്ചു കടന്ന് പടയ്ക്കുക. ആ ഒരു അവസ്ഥ ഒരു ആർക്കും ഉണ്ടാവരുത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞിട്ട് ആ പെണ്ണിന്റെ വായി വിഷം കയറ്റി ഒഴിച്ചവനാണ് ഈ പരനാറി. എന്നിട്ട് ഫാന് കെട്ടി തൂക്കാൻ നോക്കി. അപ്പോൾ അവന്റെ മൈൻഡ് എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ ഒരു കാര്യം ഞാൻ വീട്ടുകാരോട് പറയാം. ചില സമയത്തൊക്കെ പിള്ളേർ പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഇഷ്ടമുള്ള ആൾക്കാരെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാരെ നോക്കുക, ആത്മാർത്ഥമായിട്ടുള്ളവരെയൊക്കെ നോക്കുക. ഇതുപോലൊക്കെ കെട്ടിച്ച് വിടുമ്പോൾ ഒന്ന് ആലോചിക്കുക. സ്ത്രീധനം കുറവാണ്, അത് കുറവാണ്, മറ്റേ കുറവാണെന്ന് പറഞ്ഞിട്ട് ദ്രോഹിക്കുന്ന ഇപ്പോഴും ഈ കാലത്തും കുറേ നാളുകളുണ്ട്. ആലോചിക്കുമ്പോഴാണ് സ്ത്രീധനത്തിൻ്റെ ഇതിൻ്റെയൊക്കെ പേരും പറഞ്ഞിട്ട് ദ്രോഹിക്കും.
എല്ലാ വീട്ടുകാരുടെ ഈ പ്രത്യേകിച്ച് പെൺമക്കളെ കെട്ടിച്ചു വിടുന്ന അമ്മമാരുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇനി അവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പോലും തിരിഞ്ഞ് നോക്കത്തില്ല. എങ്ങനെയെങ്കിലും മോൾ അവിടെ കടിച്ചു പിടിച്ച് നിൽക്കാൻ ഞാൻ പറയും. കാരണം അവർക്ക് ജോലിപ്പാടാണല്ലോ. ഇപ്പോൾ ആ അമ്മയുടെ അവസ്ഥ ഓർക്കുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ സങ്കടം. അതിൻ്റെ സംസാരം സത്യം പറഞ്ഞാൽ മുഖത്തൊന്നും മാറുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ആ കുഞ്ഞിൻ്റെ കുറേ റീലിങ്ങനെ പോലെ കുഞ്ഞ് കിടന്ന് ഓടുന്നു, എന്നിട്ട് കുഞ്ഞ് പറന്നുപോയി അച്ഛൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. അതിൽ ഇതൊക്കെ കാണുമ്പം ഞാൻ ശരിക്കും അങ്ങ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കുറേ അങ്ങ് ഡൗൺ ആയി. ഞാൻ നോക്കി ആരെങ്കിലൊക്കെ ഇത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി, ആരും ഒരു മനുഷ്യനും ചെയ്യുന്നില്ല. ഇൻസ്റ്റയെ കുറച്ച് റീൽസൊക്കെ ചിലത് മാത്രം കണ്ടു, ആരും ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇരുന്ന് നോക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇവൻ ഇന്ന പോലെ നേരത്തെ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയതും പിന്നെ ഒരുമിച്ച് താമസിക്കുകയും ചെയ്തത്, അത് പിന്നെ ആത്മഹത്യ ചെയ്തതും അങ്ങനെയുള്ള കുറേ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ, പോലീസിൻ്റെ ഡ്രൈവറായിരുന്നെന്നും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. പിന്നെ മറ്റേ അവൾക്ക് രക്ഷപ്പെടാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നല്ലൊരു വക്കീലാണെങ്കിൽ പണി കിട്ടും, അവൾ രക്ഷപ്പെടും. അവൾ രക്ഷപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയില്ലേ, നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഒരിതായിട്ട് എന്തായാലും അറിയാലോ ഇവിടുത്തെ നിയമത്തിൻ്റെ കാര്യങ്ങൾ, നമുക്കൊന്നും എതിർത്തൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം നമുക്ക് കുടുംബം കുട്ടികളൊക്കെ കേട്ട് പോകേണ്ട ആൾക്കാരാണ്. എന്നാലും നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് ആഗ്രഹമുള്ളവരൊക്കെ കമന്റ് ഇട്ടു. മരണത്തിലും ആമിനയുടെ സഹോദരന്റെ മുങ്ങിമരണത്തിലും ഇരു കുടുംബങ്ങളും ഇതിനോടകം തന്നെ അഷ്കറിന്റെ പങ്കിനെ കുറിച്ച് ആരോപണം ഉയർത്തിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിന് SIT രൂപീകരിക്കുന്ന കാര്യവും പോലീസ് ആലോചിക്കുന്നുണ്ട്. ഹരിമോഹൻ ചേരുന്ന വിവരങ്ങളുമായി മറ്റു പ്രതിനിധികളിലേക്ക് നമുക്ക് പോകണം. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ആദ്യം ഹരിയിലേക്ക് പോയ ഹരി, ഈ കുഞ്ഞ് കൊല്ലപ്പെട്ടത് കൊണ്ട് മാത്രം ആ ക്രൂരത വെളിപ്പെട്ടു. ഇനിയും മറ്റു പല കാര്യങ്ങളുടെയും ദുരൂഹത നീങ്ങേണ്ടതുണ്ട്. ഒരുപാട് മരണങ്ങളുടെ ഉത്തരവും കിട്ടേണ്ടതുണ്ടല്ലേ? ഈ അഷ്കറുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽക്ക് തന്നെ പോലീസിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതായത് അഷ്കറിനെതിരെ പല സ്റ്റേഷനുകളിലായി പല കേസുകളും, പ്രത്യേകിച്ച് ഈ പണമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത്. അതല്ലെങ്കിൽ മറ്റൊരു പരാതികൾ രൂപത്തിൽ തന്നെ പല സ്റ്റേഷനുകളിലും ഇങ്ങനെ ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്നാണ് വിശദമായ ഒരു അന്വേഷണം നടത്തിയത്. അത് വെറും പണം തട്ടലിനപ്പുറത്തേക്ക് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കൂടി അഷ്കർ നേരിട്ടിരുന്നു. മാത്രമല്ല ചില ദുരൂഹതകൾ അഷ്കറിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസിന് മനസ്സിലായി. അതിന്റെ ഭാഗമായാണ് കൂടുതൽ മൊഴിയെടുപ്പിലേക്ക് കടന്നത്. അങ്ങനെ മൊഴിയെടുത്തപ്പോഴാണ് ഈ അഖിലയുടെ, അതായത് രണ്ടാം പ്രതി കൂടിയായിട്ടുള്ള അഖിലയുടെ ആദ്യ ഭർത്താവ് അഖിൽ നേരത്തെ ആത്മഹത്യ ചെയ്തിരുന്നു. അഖിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അഖിലിന്റെ കുടുംബം തന്നെ പോലീസിന് ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴി പ്രകാരം അഖിലയും അഷ്കറും തമ്മിലുള്ള ബന്ധം, ആ ബന്ധമാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ആ ബന്ധം നേരത്തെ തന്നെ അഖിൽ അറിയുകയും ചില സംസാരങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ഒരു ദിവസം ഈ അഖിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അപ്പോൾ അത്തരത്തിൽ ആത്മഹത്യ ചെയ്തതിന് എന്തെങ്കിലും പ്രേരണയായോ ഈ സംഭവം, അല്ലെങ്കിൽ അഷ്കറുമായി ഈ കാലഘട്ടത്തിൽ അഖിൽ സംസാരിച്ചിട്ടുണ്ടോ നേരിട്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. അതാണ് ഏറ്റവും ആദ്യമായിട്ട് പോലീസ് അന്വേഷിക്കുന്നത്. അവൻ ആ ആത്മഹത്യ ചെയ്യുവാണെങ്കിൽ അവൻ അത്രമാത്രം വിഷമം ഉണ്ടായി കാണും, അത്രമാത്രം അവളെ ഇഷ്ടപ്പെട്ടു കാണും. അങ്ങനെ ഒരാൾക്ക്, അങ്ങനെ അനുഭവിച്ചിട്ടുള്ള ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആദ്യം പറഞ്ഞാൽ അവൻ ജീവൻ പിഴിഞ്ഞില്ലെങ്കിലുള്ള അതിശയം. പക്ഷെ ഇവളോ വേറൊരുത്തനെ കെട്ടി സുഖമായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യുന്നു. എന്തോ പറയാനെന്ന് പറയാം. ഓക്കെ, എന്തായാലും കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. അവൻ എന്തായാലും പണി കിട്ടും. ആർക്ക്? ഈ പറയുന്ന അക്ഷറിന് നല്ല പണി കിട്ടും. പിന്നെ ഇവിടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കലിപ്പ് ഇവിടെ ആയിരുന്നു. ഇവിടെ ചവിട്ടിക്കൂട്ടി ഒട്ടിക്കാനുള്ള ദേഷ്യമുണ്ട് ഈ നായിൻ്റെ മോളെ, അതുപോലത്തെ ദേഷ്യമുണ്ട്. ഓക്കെ, എന്തായാലും നാളെ അറിയാം ഇനി ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഗൈസ്. ഞാൻ ജസ്റ്റ് ഇതിനെക്കുറിച്ച് പറഞ്ഞു പോയുള്ളൂ, കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു, അത് സംസാരിച്ചത് മാത്രമേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്തിങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. 91 മുറിവ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കുഞ്ഞ് അത്രമാത്രം ഇതായിരുന്നു. വാരിയലിന് തന്നെ 7 ഇഞ്ചുറീസ് എന്ന് പറയുമ്പോഴോ നമുക്ക് പോലും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ST വിവാഹത്തിൽപ്പെട്ടാണ്ട് ആ രീതിയിലും വേറെ വകുപ്പ് വെച്ച് കേസും, കാരണം അവന് അത്രയും പണി കിട്ടിയിരിക്കും, ഉറപ്പാണ്. നല്ല രീതിയിൽ പണി കിട്ടിയിരിക്കും. എന്തായാലും പ്രാർത്ഥിക്കുക, തൂക്കിക്കൊല്ലാൻ തന്നെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഗൈസ്.